ഹലോ എവറിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു NHS ജോബ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. NHS ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും, NHSലെ നഴ്സുമാരെ അല്ലേ റിക്രൂട്ട് ചെയ്യുന്നത്, ഇതിപ്പോൾ നഴ്സുമാർക്ക് മാത്രമുള്ള വീഡിയോ ആണോ എന്നൊക്കെ. ഇത് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NHSലെ നഴ്സുമാരെ മാത്രമല്ല റിക്രൂട്ട് ചെയ്യുന്നത്. NHSലെ IT വേക്കൻസീസും മാനേജറിയൽ വേക്കൻസീസും ക്ലറിക്കൽ വേക്കൻസീസും സപ്പോർട്ട് വേക്കൻസീസും അത് കൂടാണ്ട് മെഡിക്കൽ റിലേറ്റഡ് വേക്കൻസീസും വരുന്നുണ്ട്. അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സും ഉള്ള ഒരു ഓർഗനൈസേഷനാണ് NHS എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ജോലി അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് ആ വേക്കൻസിയാണ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ജോബിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണ്, ഏത് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അയർലൻഡ്, UK, യൂറോപ്പ്, USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകാനിരിക്കുന്നവരോ ഓൾറെഡി പഠിക്കാൻ വന്ന സ്റ്റുഡൻസോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആംബസ് സ്റ്റുഡൻറ് അക്കോമഡേഷൻസിന്റെ ലിങ്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ക്യാമ്പസിനോട് ചേർന്ന് സ്റ്റുഡൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സേഫ് ആയിട്ടുള്ള അക്കോമഡേഷൻസ് ആണ് ആംബസ് സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആംബസ് സ്റ്റുഡൻറ് അക്കോമഡേഷൻസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ലിസ്റ്റിംഗ്സും വെരിഫൈഡ് ആണ്. ദർ ഈസ് നോ എക്സ്ട്രാ കോസ്റ്റ് ഓർ ഹിഡൻ ചാർജസ്. ദർ ബുക്കിംഗ് ഈസ് വെരി ഈസി, കൺവീനിയന്റ് ആൻഡ് ഹസൽ ഫ്രീ. നിങ്ങൾ ആ കാണുന്ന റെന്റിലെ എല്ലാ യൂട്ടിലിറ്റി ബിൽസും ഇൻക്ലൂഡഡ് ആണെന്നുള്ളതും 24/7 സപ്പോർട്ട് അവൈലബിൾ ആണെന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ എന്തായാലും ആംബസ് സ്റ്റുഡൻറ് അക്കോമഡേഷൻസ് ചെക്ക് ചെയ്ത് നോക്കണം. കുറച്ച് സ്ക്രീൻ റെക്കോർഡ്സും സ്ക്രീൻഷോട്ട്സും ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എങ്കിലാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് മനസ്സിലാവുള്ളൂ. ഗൂഗിൾ സെർച്ചിൽ പോയിട്ട് നമ്മൾ ലൂട്ടണിലുള്ള L&D ഹോസ്പിറ്റലിലെ ജോബ് വേക്കൻസീസ് ആണ് സെർച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഓപ്പണായി വന്ന ബെഡ്ഫോർഡ്ഷയർ ഹോസ്പിറ്റൽ NHS ട്രസ്റ്റിൻ്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. NHS ബെഡ്ഫോർഡ്ഷയർ ഹോസ്പിറ്റൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കറണ്ട് വേക്കൻസീസിൻ്റെ സെക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറയുന്ന സെക്ഷനിൽ കറൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ആണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ബാൻഡ് ആണെന്നുള്ളതും വേക്കൻസിയുടെ പേരെന്താണെന്നുള്ളതും ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എത്ര മണിക്കൂറാണോ ഒരാഴ്ച വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തിരിച്ചു പോയിട്ട് രണ്ടാമത്തെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സയൻസ് സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാം. അതിലും നമുക്ക് അത്യാവശ്യം കുറച്ച് വേക്കൻസീസ് കാണാൻ പറ്റുന്നുണ്ട്. ജോബ് റോൾ കൊടുത്തിട്ടുണ്ട്, എത്ര മണിക്കൂറാണ് വീക്ക്ലി വർക്ക് ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ബാൻഡ് എത്രയാണ്. 37.5 hours ആണ് കോമൺലി അവരുടെ കോൺട്രാക്റ്റഡ് അവേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്നുള്ള സെക്ഷനിൽ പോകുമ്പോൾ നമുക്ക് അഡ്മിൻ സപ്പോർട്ട് വർക്കർ തുടങ്ങി ബാൻഡ് 3 സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേക്കൻസീസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ടീം ലീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. അതിൽ കൊടുത്തിട്ടുണ്ട് 26,530 pounds ആണ് സ്റ്റാർട്ടിംഗ് സാലറി. 37.5 hours per week ആണ്. ബാൻഡ് 4 പെർമനന്റ് പോസ്റ്റ്. മൺഡേ ടു ഫ്രൈഡേ 8 AM to 5 PM ആണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. ജോബ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കൻസ് ആർ ഇൻവൈറ്റഡ് ടു ജോയിൻ എ ടീം അണ്ടർടേക്കിംഗ് എ റേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടാസ്ക് വിത്തിൻ പേഷ്യന്റ് ആക്സസ്. പോസ്റ്റ് ഹോൾഡർ വിൽ ബി റിക്വയർഡ് ടു ഹാവ് ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ഇൻക്ലൂഡിംഗ് അപ്രൈസൽ ആൻഡ് സിക്നസ് ആബ്സെൻസ് മോണിറ്ററിംഗ്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ അവരൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഡ്യൂട്ടീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട്. Work using their initiative and be confident disputing the outpatient support manager where appropriate. The successful candidate will have proven experience of first line management working for our organization. ആ NHS ട്രസ്റ്റിനെ കുറിച്ചിട്ട് അവർ ചെറിയൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പേഴ്സൺ സ്പെസിഫിക്കേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണിത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ എന്താണ് മിനിമം നോക്കുന്നത്, എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഡിസൈറബിൾ ക്രൈറ്റീരിയ, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സ്കിൽസ് ആൻഡ് നോളജ്, എന്തൊക്കെയാണ് എസെൻഷ്യൽ സ്കിൽസ്, എന്തൊക്കെയാണ് ഡിസൈറബിൾ സ്കിൽസ്, എക്സ്പീരിയൻസ് അവർ നോക്കുന്നത് എന്തൊക്കെയാണ്, എസെൻഷ്യൽ ക്രൈറ്റീരിയ, ഡിസൈറബിൾ ക്രൈറ്റീരിയ എന്നുള്ള അതും അവിടെ വന്നിട്ടുണ്ട്. അതർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അവർ നോക്കുന്നത്, എസെൻഷ്യൽ ക്രൈറ്റീരിയ. അതുപോലെ തന്നെ എന്തൊക്കെ എംപ്ലോയർ സർട്ടിഫിക്കേഷൻസും അക്രഡിഷൻ ബാഡ്ജസും ആ NHS ട്രസ്റ്റിനുണ്ട് എന്നുള്ളതും അവരോട് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം അവിടെ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത്, ഓൾ ന്യൂ സ്റ്റാഫ് വിൽ ബി സബ്ജക്ട് ടു പ്രൊബേഷണറി പീരീഡ് കവറിംഗ് ദെയർ ഫസ്റ്റ് 6 months. പിന്നെ ആപ്ലിക്കൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഡോക്യുമെന്റ്സ് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ലിങ്ക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
നമുക്കിപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് സെയിം ഏകദേശം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ബാൻഡാണ്, ജോബ് സമ്മറി അവർക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കീ റെസ്പോൺസിബിലിറ്റീസ്, സിമിലർ ഇൻഫർമേഷൻ തന്നെയാണ് ഡോക്യുമെന്റ്സിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ അവർ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഫോർ വിച്ച് പോസ്റ്റ് യു ആർ അപ്ലൈയിങ് ഫോർ അതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഡോക്യുമെന്റ് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് അപ്ലൈ ഓൺലൈൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്ലൈ ഓൺലൈൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ട്രാക്ക് അക്കൗണ്ട്, ഈ വെബ്സൈറ്റിനെയാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. ട്രാക്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ പോവുക. എനിക്ക് ഓൾറെഡി ഒരു ട്രാക്ക് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ് എൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട്. ട്രാക്കിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അതായത് അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഈ ട്രാക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ബെഡ്ഫോർഡ്ഷയർ ഹോസ്പിറ്റൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ടീം ലീഡ് എന്നുള്ള പോസ്റ്റിലാണ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത്. അതിൻ്റെ സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഫിൽ ചെയ്യാനുള്ള ഫോംസ് ആണ് ഈ കാണുന്നത്. ആർ യു കറൻ്റ്ലി എൻ എംപ്ലോയി ഓഫ് ബെഡ്ഫോർഡ്ഷയർ ഹോസ്പിറ്റൽ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്? നോ. ആർ യു കറൻ്റ്ലി എൻ എംപ്ലോയി ഓഫ് എനി അതർ NHS ഓർഗനൈസേഷൻ? ആക്ച്വലി ഞാനിപ്പോൾ ആണ്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നോ കൊടുക്കുകയാണ്. ചൂസ് യുവർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി PSW, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് എ ഗ്രാജുവേറ്റ് വിസ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഐ ഹാവ് എ ഗ്രാജുവേറ്റ് വിസയുടെ കീഴിൽ അവർ എഴുതിയിട്ടുണ്ട്, ദിസ് ടൈപ്പ് ഓഫ് വിസ ഈസ് ഹോൾഡ് ബൈ എൻ ഇൻഡിവിജ്വൽ സ്റ്റേയിങ് ഇൻ ദ UK ഫോർ അറ്റ്ലീസ്റ്റ് 2 years ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് എ കോഴ്സ് ഇൻ ദ UK. സോ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്തു. താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പിന്നെ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് കാണാം. അതിൻ്റെ താഴെയായിട്ട് ഇഫ് യു വിഷ് ടു പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് യുവർ റൈറ്റ് ടു വർക്ക് ഓർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്ലീസ് ഡു ഷെയർ. നമുക്ക് വേണമെങ്കിൽ അത് ഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രൈവസി നോട്ടീസ് അഡ്മിറ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ട്രാക്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഫീൽഡും ഫിൽ ചെയ്ത് കൊടുത്താൽ പോകുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് ഡീറ്റെയിൽസ് ഒന്നേന്ന് ടൈപ്പ് ചെയ്യാതെ പഴയ ആപ്ലിക്കേഷൻ്റെ സെയിം ഡീറ്റെയിൽസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് സെക്ഷൻ, റിലേഷൻഷിപ്സ് സെക്ഷൻ, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഓൾറെഡി അതിനകത്ത് ഫിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇനി അത് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കത് ഓപ്പൺ ചെയ്ത് ക്രോസ് വെരിഫൈ ചെയ്ത് മാർക്ക് സെക്ഷൻ ആസ് കംപ്ലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അതുപോലെ അടുത്ത ഒരു സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് മാർക്ക് സെക്ഷൻസ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സെക്ഷനും അങ്ങനെ കംപ്ലീറ്റ് ആയതായിട്ട് അവർക്ക് മനസ്സിലാവും. ഏറ്റവും ലാസ്റ്റ് എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, വ്യൂ ആപ്ലിക്കേഷൻ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ സെക്ഷനാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്ലീസ് ഇൻക്ലൂഡ് യുവർ റീസൺസ് ഫോർ അപ്ലൈയിങ് ആൻഡ് ടേക്ക് ദ ഓപ്പർച്യൂണിറ്റി ടു ഹൈലൈറ്റ് യുവർ പെർട്ടിക്കുലർ ടാലൻസ് ആൻഡ് സ്ട്രെങ്ത്, വാട്ട് യു ഫീൽ യു ക്യാൻ പേഴ്സണലി ഓഫർ, വാട്ട് ഈസ് യുണീക് ടു യു, വാട്ട് സെറ്റ്സ് യു അപ്പാർട്ട് ഫ്രം യുവർ പിയേഴ്സ്. അപ്പം നമ്മളെപ്പറ്റി നമുക്ക് എന്തൊക്കെയാണോ എഴുതാനുള്ളത് അത് എഴുതാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണത്. ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ്. ഇപ്പം ഞാനിതോടെ പകുതി ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത് ഡ്രാഫ്റ്റ് ആയിട്ടാണ് സേവ് ആയേക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ട്രാക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ടോട്ടൽ 11 ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ടീം ലീഡിൻ്റെ ഡ്രാഫ്റ്റ് ഉൾപ്പെടെയാണ് 11 ആപ്ലിക്കേഷൻസ്. അതിന് മുമ്പ് ഞാൻ ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് അസിസ്റ്റന്റ്, ഓൾറെഡി റിക്രൂട്ടഡ് സ്റ്റാറ്റസ് കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് നോർത്ത് മിഡ്ലാൻഡ്സ് NHS ട്രസ്റ്റിന്റെ കീഴിൽ പെർമനന്റ് പോസ്റ്റ്, ഫുൾ ടൈം 37.5 hours per week. അതാണ് ഞാനിപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റ്. ഇതിൽ കാണുന്ന മിക്ക ജോലികളും നമ്മൾ അപ്ലൈ ചെയ്ത ക്ലോസിംഗ് ഡേറ്റിൽ അല്ലെങ്കിൽ ഡെഡ് ലൈനിൽ തന്നെ നമുക്ക് ഡിസിഷൻ വരണമെന്നില്ല. ഈ സബ്മിറ്റഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ഞാൻ ജൂണിൽ അപ്ലൈ ചെയ്തതാണ്. ഇതുവരെ ഡിസിഷൻ കാണിച്ചിട്ടില്ല അതിൻ്റെ. നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റിൻ്റെ എൻ്റെ റിക്രൂട്ടഡ് ആയിട്ടുള്ളതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ജസ്റ്റ് കയറി വ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഇത് റെഫറൻസ് ഒക്കെ ഡൺ ആയതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ആണ് ആപ്ലിക്കേഷൻ്റെ. നമ്മൾ വ്യൂ ആപ്ലിക്കേഷൻ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ആപ്ലിക്കേഷനിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ സെക്ഷൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അതിൽ അവർ പറയുന്നുണ്ട് മാക്സിമം ഓഫ് 1500 വേർഡ്സ് ആണ് അതിൽ അലൗ ചെയ്യുന്നുള്ളവർ.
1500 വേർഡ്സ് മാക്സിമം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഞാൻ എൻ്റെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഗ്രാമറും എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ള കൗണ്ടും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഗ്രാമറിൽ ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിളിൽ. ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഞാനിപ്പോൾ ഗ്രാമർലിയിൽ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗ്രാമർലിയിൽ ഞാനത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും മേജർ മിസ്റ്റേക്സോ ഗ്രാമർ മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പെർട്ടിക്കുലർലി ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷനിൽ പ്രത്യേകിച്ച് സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേർഡ് കൗണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേജറിസം ചെക്കറിൽ പോവാണ്. ഞാൻ ആ ടെക്സ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ എന്നുള്ള സെക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്തു. കുറച്ച് വേക്കൻസീസ് അതെല്ലാം കാണിക്കുന്നുണ്ട്. അലീഡ് ഹെൽത്ത് പ്രൊഫഷൻസ് എന്നുള്ളതിൽ ഒരു വേക്കൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് L&T ഹോസ്പിറ്റൽ ജോബ്സ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഓപ്ഷൻസ്. ഇനി ഞാനിപ്പോൾ താമസിക്കുന്ന ലൊക്കേഷനിലുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ വേക്കൻസീസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ആ സെക്ഷൻസ് എല്ലാം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ മാനേജർ എന്നുള്ള കീവേഡ് കൊടുത്തപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് എല്ലാം തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്തും അപ്പോൾ ജോബ്സ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. വേറെ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.